പൊളിറ്റിക്കൽ മാസെല്ലാം സംഘടിപ്പിക്കുന്നത്. അതായത് ആളുകളെ, ഇവിടുത്തെ ആളുകളെ, എല്ലാ മുന്നണിയിൽപ്പെട്ട ആളുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് ചർച്ച നടത്തുന്നതിന് നേതൃത്വം കൊടുക്കുന്ന രണ്ടുപേരാണ് ലിജോയും സുജിത്തും. എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത്, അപ്പം നിങ്ങൾ നമ്മളെ ഈ പ്രോഗ്രാം നടക്കുന്ന സമയങ്ങളിൽ പല മുന്നണിയിൽപ്പെട്ട ആളുകളും വരാറുണ്ട്. അപ്പം അവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു പൾസ് എന്താണ്? അതായത് നമ്മൾ നേരത്തെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ ദിവസങ്ങളിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ തുടക്ക സമയങ്ങളുണ്ടായിരുന്ന അൻവർ അത്ര ഒരു ഫാക്ടർ ആവില്ല എന്നൊരു തോന്നലുണ്ടായിരുന്നു. ഇപ്പോഴും അത് എയറിൽ നിൽക്കുന്നൊരു സാധനമാണ്. സോ അതോടൊപ്പം തന്നെ അൻവർ രണ്ട് മുന്നണികളെ പോലെ തന്നെ മത്സരിക്കാനുള്ള ശ്രമം നടത്തുന്നുണ്ടായിരുന്നു. അത് ഫ്ലെക്സുകളുടെ കാര്യത്തിൽ ഒരുപക്ഷെ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ ഫ്ലെക്സുകൾ വെച്ചിട്ടുള്ളത്, ഏറ്റവും കൂടുതൽ ഫ്ലെക്സ് വെച്ചത് ആര്യ ഷൗക്കത്താണ്, ഒരു സംശയമില്ല. രണ്ടാമത് അത് വെച്ചിട്ടുള്ളത് അത് അൻവറാണ്. അത് ഈ മണ്ഡലം നിറച്ച് ഫ്ലെക്സുകളുണ്ട് അൻവറിനും. മറ്റൊരു കാര്യം, അൻവറിൻ്റെ പ്രവർത്തന രീതി, അത് ആ പോക്കറ്റുകൾ കൃത്യമായി അവിടെ പെനിട്രേറ്റ് ചെയ്യാവുന്നത് അവിടേക്ക് തന്നെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയായിരുന്നു. അപ്പോൾ അതൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു. മറ്റൊന്ന്, അൻവറിനെ സ്വാധീനിക്കാൻ കഴിയുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് അത്തരം ഒരു മെസ്സേജ് കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു എപ്പോഴും. അതായത് മത നേതാക്കളായിട്ടുള്ള ആളുകളായാലും, അതോടൊപ്പം തന്നെ ഈ മലയോര മേഖലയിലുള്ള ആളുകളായാലും, ദുരിതം കാണുന്ന ആളുകളൊക്കെ ആയിട്ടും ആ തരത്തിലുള്ള അത് കൃത്യമായ ഒരു മെസ്സേജ് കൃത്യമായിട്ട് അൻവർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അൻവർ ഒരു ഫാക്ടറായി, നമ്മൾ രണ്ടാമത്തെ ആഴ്ച ഇവിടെ വരുമ്പം അൻവർ ഒരു ഫാക്ടറാണ് ഇവിടെ. ആ അൻവർ എന്നതൊരു പ്രധാന ഘടകമാണെന്ന് ഞാൻ വിചാരിക്കുന്നു ഈ ഇലക്ഷനിൽ. മറ്റൊന്ന്, ഇന്നലത്തെ ഏറ്റവും ഒടുവിലായി സ്വരാജിൻ്റെയൊക്കെ ഏറ്റവും ഒടുവിലിടുക വി പ്രകാശിനെ പോലെ ഒരാളുടെ വീട്ടിൽ ഞാൻ ആ ചിത്രം കാണുമ്പോൾ അവരുടെ ഭാര്യയും മകളും, ഒരുപക്ഷെ UDFൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട DCC പ്രസിഡന്റായിരുന്ന, കഴിഞ്ഞ തവണ ഇവിടെ UDFന് വേണ്ടി മത്സരിച്ച ഒരു നേതാവിൻ്റെ ഭാര്യയും മകളും LDFന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേതാവിന് ഏറ്റവും ക്രൂഷ്യലായ സമയത്ത് അവരുമായിട്ട് സംസാരിക്കുന്നു, അവരൊരു മെസ്സേജ് കൊടുക്കുന്നുണ്ട്. വി പ്രകാശ് ഭയങ്കര സ്വാധീനമുള്ള ആളാണ് നിലമ്പൂരിൽ. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കുടുംബം കൊടുക്കുന്ന ഒരു മെസ്സേജിൽ എങ്ങനെയായിരിക്കും കോൺഗ്രസ് പ്രവർത്തകർ, പല ആളുകളും പറയുന്നത് കേട്ടു, വി പ്രകാശുമായി ബന്ധപ്പെട്ട് ഷൗക്കത്തിനെതിരെയുള്ള നിലപാടുകൾ അത് വർക്ക് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് സംശയമുണ്ട്. ലീഗ് എങ്ങനെയാണ്, ലീഗിന് സ്വാഭാവികമായി ഈ മണ്ഡലത്തിൽ ജയിച്ചേ പറ്റൂ, നേതാക്കൾ അങ്ങനെയാണ് വിചാരിക്കുന്നത്. പക്ഷെ അപ്പോഴും മറ്റുള്ള ആളുകൾ, അതായത് സാധാരണക്കാരായ ആളുകൾ, പാണക്കാട് കുടുംബത്തോട് ആ തരത്തിലൊരു പ്രതികരണം നടത്തിയിട്ടുള്ളൊരു കോൺഗ്രസ് നേതാവ്, മുസ്ലിം വിഭാഗത്തിൽ നിന്നുള്ള ഒരാൾ ആര്യയുടെ ഷൗക്കത്തിനെ അങ്ങനെ കാണുമോ എന്നുള്ളതൊരു ഫാക്ടറായിട്ട് നിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭരണവിരുദ്ധ വികാരം അത് അടിത്തട്ടിൽ എവിടെയോ ഉണ്ട് എന്നാണ് നമ്മൾ, കാരണം 9 വർഷമായി LDF ഭരിച്ചുകൊണ്ടിരിക്കുന്ന കേരളമാണ്. സ്വാഭാവികമായി ഈ ഭരണവിരുദ്ധ വികാരം അടിത്തട്ടിൽ അത് പടർന്നു കിടപ്പുണ്ടെങ്കിൽ അത് UDFന് സ്വാധീനമുള്ള ഒരു സ്ഥലത്ത് ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കാനുള്ള സാധ്യതയുണ്ട്. തീർച്ചയായും UDFിന്റെ മണ്ണാണിത്, ആര്യാടൻ മുഹമ്മദിന്റെ മണ്ണ്. അങ്ങനെ വളരെ കൃത്യമായി കാലങ്ങളോളം കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരു മണ്ഡലം. അപ്പോൾ അങ്ങനെ ഒരു മണ്ഡലത്തിൽ ഏത് തരത്തിലാണ് ഈ ജനവിരുദ്ധ വികാരം, അല്ലെങ്കിൽ ഭരണവിരുദ്ധ വികാരം ഉണ്ടാവുക, അത് ജനങ്ങൾ എങ്ങനെ എടുക്കും? അതിനെ അൻവർ ഫാക്ടർ കൊണ്ടും ഈ ലീഗ് അടക്കമുള്ള ആളുകളുടെ അടുത്തുള്ള പ്രശ്നങ്ങൾ കൊണ്ടും, ആര്യാടൻ ഷൗക്കത്തിന് ഈ മണ്ഡലത്തിൽ ചിലയിടങ്ങളിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ അത് മറികടക്കാൻ കഴിയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെയെങ്കിൽ അത് സ്വരാജിനും ഗുണം ചെയ്യാനുള്ള സാധ്യതയുണ്ട്.